ഇന്നലെ നമ്മൾ വായിച്ച വാക്യം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് കുറിവാക്യം. എന്താണ് കുറിവാക്യം? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. അടുത്തതിൻ്റെ പാരൽ വാക്യമായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന് അടുത്ത് ചെല്ലുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എത്ര മനോഹരമായൊരു വാക്യം! ദൈവം നമ്മോട് അടുത്തു വരാനായി ആഗ്രഹിക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടുവെച്ചു. ആമേൻ. ഏദൻ തോട്ടത്തിൽ ദൈവം വന്നു. ആ വന്ന ദൈവം ആഗ്രഹിക്കുന്നു ഇന്നും നമ്മളിലേക്ക് ഒന്ന് വരാനായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വരാനായി ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലേക്ക് വരാൻ കൊതിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. ദൂതുണ്ട്, ദൂതിലേക്ക് വരികയാ. ദൈവം എന്ത് ചെയ്യുന്നു? കൊതിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആമേൻ ടാറ്റ പറഞ്ഞു പോയ ആ അപ്പച്ചനോടും അമ്മച്ചിയോടും ദൈവത്തിന് പിന്നെ അടുത്ത് ചെല്ലാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവർ പാപം സംബന്ധിച്ച് മരിച്ചു. പക്ഷേ ദൈവം അവരെ വിട്ടില്ല. ദൈവം അവരോട് ദയ കാണിച്ചു കൊണ്ടേയിരുന്നു. അപ്പം ദൈവത്തിന് അവരുടെ അടുക്കലേക്ക് വരാനായിട്ട് പിന്നീട് ദൈവം ഉപയോഗിച്ച ഒരു വഴി ടാബർനാക്കലാണ്, സമാഗമന കൂടാരമാണ്. സമാഗമന കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ നമ്മുടെ ദൈവം വരാനായിട്ട് ആഗ്രഹിച്ചു. അതിന് അതിവിശുദ്ധ സ്ഥലം എന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും പുരോഹിതന് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും ശുശ്രൂഷ ചെയ്യാം, യാഗങ്ങൾ നടത്താം. ആ അപ്പമിരിക്കുന്ന പാത്രവും ആ വിളക്കും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ശുശ്രൂഷ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജനത്തിന് കൽപ്പന കൊടുക്കണം. ആ കൽപ്പനയോട് കൂടെ ദൈവം കൊടുത്ത അടുത്ത പലകയാണ് എനിക്ക് വന്ന് വസിക്കേണ്ടതിന് ഒരാലയം എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പോൾ ആലയം എന്ന് പറയുന്നത് അന്ന് ദൈവം സമാഗമന കൂടാരം അന്ന് പണിയാൻ ഈ മോശയോട് ദൈവം പറഞ്ഞത് ദൈവത്തിന് ആണ്ടിലൊരിക്കലെങ്കിലും ഇവരുടെ അടുക്കൽ ഒന്ന് എന്ത് ചെയ്യണം? ഇറങ്ങി വരണമെന്നുള്ളതാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് മാറിയപ്പോൾ കളം മാറി. പുതിയ നിയമത്തിലേക്ക് മാറിയപ്പോൾ കളറ് മാറി, സ്ഥാനം മാറി. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരു വാതിലും പിന്നെ കുറേ ആമേൻ ചുറ്റും വിളക്കും അതിന് വിരികളും ഒക്കെ ഉള്ള ഒരാലയമായി അല്ല പുതിയ നിയമത്തിൽ കാണുന്നേ. പുതിയ നിയമത്തിൽ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ, ഉണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ മന്ദിരമായി കണ്ടപ്പോൾ ആണ്ടിലൊരിക്കൽ പുരോഹിതന് അകത്ത് കയറി ശുശ്രൂഷ ചെയ്യാൻ അർഹതയുള്ളപ്പോൾ ആ പുരോഹിതൻ ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി മനസ്സ് ശരീരം ശുദ്ധീകരിച്ചിട്ട് മാത്രമേ അകത്ത് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? കയറാൻ പറ്റുകയുള്ളൂ. ആ പുരോഹിതൻ്റെ അരയ്ക്ക് ഒരു കയറുണ്ട്. ഈ മൈക്കിൻ്റെ കേബിൾ കിടക്കുന്ന പോലെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്ത് വരെ ആ കയറിന് നീളവും ഉണ്ട്. ഉറിമും തുമ്മിയുമും വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ കെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയടിക്കുമ്പോൾ മണിനാദം പോലെയുള്ള ശബ്ദം കേൾക്കും. അപ്പോൾ പുറത്തു നിൽക്കുന്ന വ്യക്തികൾ, ആ ഗോത്രങ്ങൾ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഉറീമും തുമ്മീമും തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ശബ്ദം എന്ത് ചെയ്യും? കേൾക്കും. ഇനി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ശബ്ദം എന്ത് ചെയ്യത്തില്ല? കേൾക്കില്ല. അതിനർത്ഥം പുള്ളി പോയെന്നാ. പുള്ളി എന്ത് ചെയ്തു? പോയി. അയ്യോ, ഞങ്ങളുടെ പുരോഹിതൻ തട്ടിപ്പോയേ എന്നും പറഞ്ഞു ചാടിക്കേറി അതിവിശുദ്ധ സ്ഥലത്ത് കയറി ഈ പുരോഹിതനെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. കയറുന്നവനും ചാകും. കാരണം അത്രയ്ക്ക് അതിവിശുദ്ധ സ്ഥലമാണ് ദൈവം ഇറങ്ങി വരാനായിട്ട് മോശയ്ക്ക് കൊടുത്ത സ്കെച്ച്. ഒരാമയും പറഞ്ഞേ. ദൂതിലേക്ക് കയറുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുകയാണ്, അത്രയ്ക്ക് വിശുദ്ധ സ്ഥലമാണ്
ആരാധനാലയം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ചാടിക്കേറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഏത്? ആരാധന ആലയം, ആരാധന സ്ഥലം എന്ന് പറയുന്നത്. അന്നേരം വീഴും, അന്നേരം ചത്തുപോകും. അപ്പൊ ഈ പുരോഹിതനെ എടുക്കാനാണ് മുൻകൂട്ടി ഈ അരക്കെട്ട് എന്ത് ചെയ്യുന്നത്, ഈ കയർ വെളിയിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ പുരോഹിതനെ വലിച്ചു പുറത്ത് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഇങ്ങനെ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന ഒരു പഴയ നിയമ ആരാധന ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങി ദൈവപ്രവൃത്തി ആരംഭിച്ച സമയത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ, നിഴലായി പഴയ നിയമത്തിൽ നിന്ന വ്യക്തി പൊരുളായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ സമാഗമന കൂടാരം മാറി നാം ഓരോരുത്തരും ആലയമായി മാറി, ആലയമായി മാറി. ഇപ്പൊ നമ്മളിപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്ന, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും എന്തു ചെയ്യും? നശിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, സ്നാനപ്പെട്ട ഒരു ദൈവവൈതൽ, അപ്പസ്തോലിക ഉപദേശം കൈക്കൊള്ളുന്ന ഒരു ദൈവവൈതൽ, അപ്പം നുറുക്കുകൾ അനുഭവിക്കുന്ന ഒരു ദൈവവൈതൽ, അവൻ്റെ ശരീരം എപ്പോഴും വിശുദ്ധമായിരിക്കണം. അതിന് പുറത്തുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. കാരണം ദൈവം വരാൻ ഈ കാലത്ത് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും സിമന്റ് മകുടങ്ങളിലല്ല, വഴിയിലിരിക്കുന്ന കുരിശും തൊട്ടിയിലല്ല, ഏതെങ്കിലും പ്രത്യേക രൂപക്കൂടിനകത്തല്ല ദൈവം വരാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ദൈവം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ, പറഞ്ഞാട്ടെ, നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ശരീരത്തിലാണ്. അപ്പം ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പം നമ്മുടെ ഈ ബോഡി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം, ഇത് നമ്മുടേതല്ല, ഇത് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ആലയത്തിനകത്ത് കള്ളോ കഞ്ചാവോ പുകവലിയോ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ, പാപങ്ങൾ, വ്യഭിചാരങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ ദൈവം ഈ ശരീരത്തെ എന്ത് ചെയ്യും? നശിപ്പിക്കും. നമ്മൾ ശരിക്കും ഈ ശരീരത്തെ സൂക്ഷിക്കേണ്ടതുപോലെ എന്ത് ചെയ്യണം? അതിന് അറ്റ്ലീസ്റ്റ് പറയുന്ന എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് കുളിക്കുമെങ്കിലും എന്ത് ചെയ്യണം? മനസ്സിലായോ? കുളിക്കുമെങ്കിലും എന്ത് ചെയ്യണം? ചെയ്യണം. കാരണം ഇത് ആലയമാണ്. രാമൻ പറഞ്ഞേ, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ 2 പേര് മാത്രമേ ഉള്ളൂ, മക്കളൊന്നും അവിടെ ഇല്ല, മക്കളൊക്കെ വേറെ രാജ്യങ്ങളിലാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാവുച്ചാനും അമ്മാമ്മയും പോലെ ഇങ്ങനെ ഇരിക്കുന്ന, ഇച്ചിരി ഹൈറ്റൊക്കെ ഉണ്ട്, ഈ കളറൊക്കെയാണ് ഇരിക്കുന്ന 2 പേര്. അവരുടെ വീട്ടിൽ ഞാൻ 3 ദിവസം താമസിച്ചു. 3 ദിവസം താമസിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ രാവിലെ ഇറങ്ങി, ഞാൻ മേളത്തെ റൂമിലാണ് താമസിക്കുന്നത്. ഞാൻ രാവിലെ എനിക്ക് അമ്മച്ചി കാപ്പി തന്നു. ആ കാപ്പിയും കുടിച്ച് താഴെ വന്നപ്പോൾ പത്രം കിടപ്പുണ്ട്. പത്രം വായിച്ചുകൊണ്ട് ഞാൻ താഴെ ഇരിക്കുമ്പോൾ ഈ അമ്മച്ചി ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ ജനലെല്ലാം തുടയ്ക്കുന്നു. ജനലെല്ലാം എന്ത് ചെയ്യുന്നു? തുടയ്ക്കുന്നു. കമ്പിയെല്ലാം തുടയ്ക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് സ്വാഭാവികമല്ലേ, നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്, ജനൽ ഉടയ്ക്കുക കമ്പി ഉടയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ. എന്നാൽ ഈ അമ്മച്ചിക്ക് വയ്യാത്തൊരമ്മച്ചിയും കൂടെ എന്ന് പറഞ്ഞാൽ വലിയ രോഗിയൊന്നുമല്ല, എന്നാലും പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അപ്പച്ചനുണ്ട്, അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട് എൻ്റെ കൂടെ. 2-ാം ദിവസവും ഞാൻ അതേ പൊസിഷനിൽ അതേ രീതിയിൽ ഇരിക്കുമ്പോൾ ഈ അമ്മച്ചി പെരയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ജനലും കമ്പിയും കഥവും ഒക്കെ എന്ത് ചെയ്യുന്നു? തുണി വെച്ച് ഇങ്ങനെ അടിച്ച് തുടയ്ക്കുന്നു. അപ്പം ഞാൻ അമ്മച്ചിയോട് പിന്നീട് ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഈ വയ്യാതെ ഇത്രയും കാര്യങ്ങൾ എന്നും ഇങ്ങനെ? പെര തുടയ്ക്കുന്ന സ്വാഭാവികം, മിറ്റം തൂക്കുന്നത് സ്വാഭാവികം, ഈ പെര തൂക്കുന്നത് സ്വാഭാവികം, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് എനിക്ക് രസകരമായി തോന്നിയെങ്കിലും പിന്നീട് ചിന്തിക്കേണ്ട കാര്യം കൂടാ. അമ്മച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, പാസ്റ്ററെ, ആരേലും ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇട്ടേക്കുവോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടേക്കത്തില്ല. അപ്പോൾ അമ്മച്ചി അടുത്ത ഡയലോഗ് എന്നോട് പറഞ്ഞത് എന്താ അറിയോ? പാസ്റ്ററെ, ഗസ്റ്റിന് പകരം ഈ വീട്ടിൽ എന്നും എൻ്റെ യേശു വരുന്ന വീടാണ്. സ്തോത്രം പറഞ്ഞേ. എന്നും യേശു വരുന്ന വീടാണ് ഏത്? ഈ വീട്.
അതുകൊണ്ട് അമ്മച്ചിയുടെ ഒരു ഒരു വെളിപ്പാടാണത്. അത് ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ അത് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ അമ്മച്ചിക്ക് വയ്യായെങ്കിലും അമ്മച്ചിയുടെ വീട്, കാരണം അമ്മച്ചി അപ്പം ചോദിക്കുക, അവരുടെ ജീവിതം പെർഫെക്റ്റായ ജീവിതമാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം അമ്മച്ചി ആ വീട് തുടയ്ക്കും. അമ്മച്ചിയുടെ ആ ഒരു ചിന്ത പറയുക, എൻ്റെ ദൈവം ഇരിക്കുന്ന വീടാ, എൻ്റെ ദൈവം വരുന്ന വീടാ. ഈ വീട് എപ്പോഴും എങ്ങനെ ഇരിക്കണം? ക്ലീൻ ആയിട്ടിരിക്കണം. ഞാനത് കുറേ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചപ്പം ഞാൻ ചില സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഈ അമ്മച്ചിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവം വസിക്കുന്ന ശരീരമാണ് നമ്മുടേത്. സ്തോത്രം. അപ്പം നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറഞ്ഞ, നിന്റെ മന്ദിരത്തെ എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പം നമ്മുടെ മന്ദിരത്തെ നശിപ്പിക്കുവാൻ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. സ്തോത്രം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തീവണ്ടിയൊക്കെ എന്ത് ചെയ്യരുത്? ഓടിക്കരുത്. തീവണ്ടി ഓടിക്കരുത്. തീവണ്ടി ഓടിക്കുന്നവർ വീഡിയോ സഹിതം എൻ്റെ ഇരിപ്പുണ്ട്. അടുത്ത പ്രാവശ്യം കത്രാശയ്ക്ക് കൈ നീട്ടിട്ട് ഞാൻ പറയാം. എന്നിട്ടാണ് വലിയ വാചകം അടിക്കുന്നത്. വീഡിയോ സഹിതം എൻ്റെ ഇരിപ്പുണ്ട്. അത് ആരോ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മക്കൾ തന്നെ അയച്ചതാണ്, ഇതാ അച്ചായനെന്ന് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മന്ദിരത്തെ നീ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. എന്നും നമ്മുടെ ശരീരം വെടിപ്പായിരിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്നേ കൂടുതൽ ദിവസം എന്ത് ചെയ്യരുത്? ഇടരുത്. അത് ആഴ്ചതോറും ഇട്ടുകൊണ്ട് നടക്കരുത്. ഈ മന്ദിരം ആരുടേതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്തോത്രം പറഞ്ഞേ. അപ്പൊ ദൈവം വരാൻ ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞു വരികയാ. ദൈവം നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കണം. അല്ലാതൊന്നും ദൈവം വരത്തില്ല. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്ത് മുട്ടിക്കൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് എന്നാ പിന്നെ കയറി ചെന്നാൽ പോരെ. ചില ശിഷ്യന്മാര് ഏതാണ്ട് 12 ഒരെണ്ണമില്ല, ഒന്ന് തലതെറിച്ച് പോയി, കെട്ടി ഞാൻ കുറ്റിയെ വീണ് തെറിച്ചെന്ത് ചെയ്തു? അങ്ങ് പോയി. ബാക്കിയെല്ലാം കൂടെ കൂടി പേടിച്ചരണ്ട് ഒരു റൂമിനകത്ത് ഇരിക്കുക. നാളെ യേശുവിന് വന്ന പോലെ ഞങ്ങൾക്കും വരും എന്ന പ്രതീക്ഷയിൽ പേടിച്ചിരിക്കുമ്പോൾ യേശു അവിടെ വന്നു. എങ്ങനെ വന്നത്? അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് കതക് തുറക്കാതെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ വാതിക്കൽ നിന്ന് എന്ത് ചെയ്യുന്നു? അപ്പൊ രണ്ടും രണ്ടല്ലേ? സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന മക്കളോട് പറയുകയാണ്, ദൈവം ഇന്ന് ചെയ്യുന്നത് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് മുട്ടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളോട് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ എപ്പോൾ നമ്മൾ ഇത് തുറന്നു കൊടുക്കാൻ റെഡിയാണോ, അപ്പോൾ എൻ്റെ കർത്താവ് അകത്ത് കയറും. അവിടെ വായിക്കുന്നു, മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവനോടുകൂടെയും, അവിടെ വാക്യം അങ്ങനല്ലേ, ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെ എന്തു ചെയ്യുന്ന? അത്താഴം കഴിക്കും. അതിൻ്റെ എനിക്ക് മനസ്സിലായൊരു കാര്യം, മുട്ടിയാൽ തുറക്കണം. മുട്ടിയാൽ എന്ത് ചെയ്യണം? തുറക്കണം. തുറന്നാലുള്ള ഗുണം എന്താ ചോദിച്ചാൽ, അത്താഴം കഴിക്കാൻ ഇടയാകും. അത്താഴം കഴിക്കാതെ കിടക്കാൻ ഇട വരത്തില്ല. അത്താഴം കഴിക്കാതെ എത്ര പ്രാവശ്യം നമ്മൾ കിടന്നിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ, നമ്മുടെ ചർച്ചിലെ ഏറ്റവും ഭൂരിഭാഗം ആളുകളും സിറ്റിസണും സൂപ്പർ സിറ്റിസണും ഒക്കെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു കാലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കൊടുത്തിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം അത്താഴം കഴിക്കാതെ കിടന്നിട്ടുണ്ടല്ലേ? സഹോദരാ, മക്കൾക്ക് മാത്രമല്ല, ഇനി ഇങ്ങോട്ട് നോക്കിയാൽ പറയാൻ പറ്റും, മക്കൾക്ക് മാത്രമല്ല ഭർത്താവിനും കൂടെ ഉള്ളത് കൂടെ ഊറ്റി കൊടുത്തിട്ട് എത്ര വട്ടം കഴിക്കാതെ കിടന്നിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ, ദൈവം നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ റിസൾട്ടാ ഇന്ന് അത്താഴം മുടങ്ങാതെ ഇരിക്കുന്നേ. അതിനപ്പുറത്തൊന്നുമില്ല പ്രിയരെ, നമുക്കൊന്നും പറയാനില്ല. നമ്മൾ എന്തെങ്കിലും കുടിക്കുന്നെങ്കിൽ കഴിക്കുന്നെങ്കിൽ ദൈവം തന്ന അല്ലാതെ ഒന്നും നമുക്കില്ല. അതിനിന്ന് രാത്രി മനസ്സ് നിറഞ്ഞൊരാലുലിയ പറയണം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് രാത്രി നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നെങ്കിൽ
നമ്മൾ നല്ലൊരു ഉടുപ്പ് നമ്മൾ ഇടുന്നെങ്കിൽ, നല്ലൊരു സാരി നിങ്ങൾ ഉടുക്കുന്നെങ്കിൽ, സ്തോത്രം, എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എപ്പോഴെന്നറിയാമോ? അവൻ മുട്ടി, നമ്മളത് കേട്ടു. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ ബാബുച്ച. അവൻ മുട്ടി, നമ്മളത് കേട്ടു. സ്തോത്രം. മുട്ടി, നമ്മുടെ ഹൃദയത്തെ മുട്ടി, നമ്മളത് കേട്ടു. നമ്മുടെ ഹൃദയം തുറന്നു, അവൻ നമ്മളിലേക്ക് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒറ്റ പദം മതി ഇന്ന് രാത്രി ഒന്ന് കത്താൻ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മുട്ടിക്കൊണ്ടിരിക്കുക 25-ാം ദിവസം. ഹല്ലേലൂയ. എന്തിന്? നിന്നിലേക്കൊന്ന് വരാൻ, നിന്റെ കുടുംബത്തിലേക്കൊന്ന് വരാൻ, നിന്റെ ശുശ്രൂഷയിലേക്കൊന്ന് വരാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കൊന്ന് വരാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞേ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഹല്ലേലൂയ. നമുക്ക് പലതിനും നമുക്ക് ആമേൻ തുറക്കാൻ നമുക്ക് പറ്റും. 4 പേരുടെ കുറ്റം പറയും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ദൈവം നമ്മളോട് മുട്ടുമ്പോൾ തുറക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ, ഞാനൊരു കാര്യം വിളിച്ചു പറയാ, വഴി ആധാരമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലെ രാത്രി ദൈവാത്മാ പറഞ്ഞില്ലേ, ചിലരെ പേര് ചൊല്ലി, ചിലരെ വിരല് ചൂണ്ടി പറഞ്ഞില്ലേ, അപ്പന്മാരുടെ കാലത്ത് കരഞ്ഞത്, അമ്മമാരുടെ കാലത്ത് കരഞ്ഞത്, പിന്നീട് നമ്മോട് ഓർക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞില്ലേ. അബ്രഹാമിന്റെ കാലത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാം മരിച്ചത് കൊണ്ട് എന്നാ രക്ഷപ്പെട്ടെന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം കേട്ടവൻ മരിച്ചാലും വാഗ്ദത്തം മരിക്കില്ല. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ഡോക്ടറിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. 2 പേരും ഡോക്ടറാ, ഭാര്യയും ഭർത്താവും ഡോക്ടറാ, 2 പിള്ളേര്. മൂത്ത കൊച്ച് കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി പോയി. ആമേൻ. ഈ കൊച്ച് ഇന്നും കല്യാണം കഴിച്ചിട്ടില്ല, അവൾക്ക് കല്യാണം വേണ്ടെന്നാ പറയുന്നത്. 2ാമത്തത് നേഴ്സാ. മൂത്ത കൊച്ചിന്റെ ജോലി എന്താന്ന് എനിക്കറിയത്തില്ല. 2ാമത്തെ കൊച്ച് നേഴ്സാ. നേഴ്സ് മാത്രമല്ല, നേഴ്സിന് കുറച്ചുകൂടെ പഠിച്ചേ, നമുക്കറിയാമോ? നേഴ്സ് കുറച്ചുകൂടെ പഠിച്ചേ എന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സുണ്ട്, ഡോക്ടർക്ക് തുല്യമായ ഒരു കോഴ്സുണ്ട്. അത് പഠിച്ച ഫാർമസി, അതിനപ്പുറത്ത് വേറെ ഒന്നും പഠിച്ച ഒരു കൊച്ച. അത് നോക്കട്ടെ, ഈ കൊച്ച് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ജോലി കിട്ടുന്നില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഡോക്ടറാണെങ്കിലും കാശൊക്കെ ഉണ്ടെങ്കിലും മുറ്റത്ത് കിടക്കുന്ന വണ്ടി BMW ഒക്കെ ആണെങ്കിലും ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു അയവും അവർ കാണിക്കുന്നില്ല. ഭയങ്കര പ്രാർത്ഥനയും, ആൻറ്റി ഭയങ്കരമായിട്ട് കരയുന്ന ഒരാളാണ്. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് പ്രിയ ആൻറ്റിമാരെ. ആ സഹോദരി മേഴ്സി എന്ന പേര്. ആമേൻ. ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ആമേൻ, ഭയങ്കര വലിയ ഡോക്ടറാണ്, ചെറിയ ഡോക്ടറൊന്നും അല്ല, പക്ഷെ കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണിച്ചു. ഒരു ബുക്ക്, ആ ബുക്കിൻ്റെ പേപ്പറിൻ്റെ കുത്തിക്കെട്ടുണ്ടല്ലോ, നടുക്കത്തെ കുത്തിക്കെട്ട്, ഈ കുത്തിക്കെട്ട് പറഞ്ഞിട്ട് ഓരോ പേപ്പറും പറന്നു പോകുന്നു. ഈ പറന്നുപോയ പേപ്പറിനെ ഓരോന്നും പിടിച്ചെടുത്ത് കയ്യിൽ വെക്കുക. പക്ഷെ പിടിക്കുന്നതോറും അടുത്ത പേപ്പർ പറന്നുകൊണ്ടേയിരിക്കുക. അതിനെ ശാസിച്ചു പ്രാർത്ഥിച്ചു. മാസങ്ങളും വർഷങ്ങളും ബന്ധിച്ച് കിടന്ന ആ പേപ്പർ ഫയല് സ്വർഗത്തിലെ ദൈവം മറിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ, പറയാൻ വന്ന ഉദ്ദേശം പറഞ്ഞാൽ, ആ കൊച്ചിന് കിട്ടേണ്ട ഒരു നല്ല ജോലിയുടെ ഫയല്, എക്സാം എഴുതി പാസ്സായി നിൽക്കുന്ന ആ വിഷയത്തിൽ മറുപടി കിട്ടാതെ ആ ഫയലിൻ്റെ മുകളിൽ വേറെ അനേകം ഫയലുകൾ വെച്ചിരിക്കുക. ഈ മണ്ടയിലിരിക്കുന്ന ഫയലുകളെല്ലാം മാറിയിട്ട് വേണം ഈ കൊച്ചിൻ്റെ ഫയൽ എടുക്കാൻ. പക്ഷെ ഒരു ദിവസം ഈ ഫയലിരിക്കുന്ന സ്റ്റാൻഡ് ഉൾപ്പെടെ താഴെ പോയി. സഹോദരൻ, എല്ലാം താഴെ പോയി. അടുക്കി വെച്ചപ്പോൾ 6ാമത്തെയോ 5ാമത്തെയോ എങ്ങാണ്ട് ഈ കൊച്ചിൻ്റെ ഫയൽ വന്നു. ദൈവം വിശ്വസ്തനാണ്. ചിലത് ഇളക്കും ദൈവം, ചിലത് മറിക്കും ദൈവം. 25ാം ദിവസം ഞാൻ ആത്മാവി പറയാ,
നിങ്ങൾക്കു വേണ്ടി ചില രേഖകളെ മറിച്ചിടുന്ന, ചില ഫയലുകളെ തിരിച്ചിടുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് സ്വന്തം ഭൂമി കൊടുക്കും, സ്വന്തം വീട് കിട്ടും, നന്മ കിട്ടും. ഏതെങ്കിലും രാജ്യത്ത് നിന്റെ കുഞ്ഞായിരിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കണ്ണുനീരിനു വേണ്ടി മറുപടിയായി ആ തലമുറയോട് ദൈവം കരുണ കാണിക്കും. അച്ഛാ നീ ഉപവസിക്കുക, അമ്മ നീ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. ആമേൻ, ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ദൈവത്തിന്റെ നീതി വെളിപ്പെടും. കഴിഞ്ഞ ദിവസം കൊച്ചുമോൻ പാസ്റ്ററിന്റെ വീട്ടില് ആമേൻ ആ മോളെ ഫേബ അല്ലേ, ഫേബയെ പ്രാർത്ഥിച്ച് വിടാൻ വേണ്ടി പോയി. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചു. ഒരു വെള്ളക്കാരന്റെ വീട് എഗ്രിമെന്റ് ചെയ്യുന്നത്, എഗ്രിമെന്റ് ചെയ്യുക, വെള്ളക്കാരന്റെ വീട്. അമ്മ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് വെള്ളക്കാര് താമസിച്ചൊരു വീട് ഓപ്പൺ ഹൗസായി ദൈവം നിനക്ക് തരാൻ പോകുന്നു. എനിക്കിതൊന്നും അറിയത്തില്ല, വീടുണ്ടോ വീടില്ലയോ എന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചിറങ്ങി വന്നപ്പോൾ പുറകെ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയ, എനിക്കൊരു വീട് വേണം. ഇന്ന് രാത്രി ആത്മാവി പറയാം, ദൈവം മുട്ടുന്നുണ്ട്. ഈ ഉപവാസം കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വന്തമായ വീട്ടിൽ താമസിക്കാൻ ദൈവം ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുകയാ. 25-ാം ദിവസം ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചില പ്രിയ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രേഖയെ തിരിച്ചിടും, പേപ്പറുകളെ മറിച്ചിടും, ഫയലുകളെ ഇളക്കും. അത് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയാൻ പറയുന്നു. രാജ്യത്ത് പോയിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് PR കിട്ടുന്നത്. ഉപവാസത്തിന്റെ 2ാമത്തെ ആഴ്ച എമിക്ക് PR കിട്ടിയത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് പ്രിയരെ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ആത്മാവി പറയാ, മുട്ടുന്നുണ്ട് നിന്റെ അടുക്കൽ വരുവാൻ, തുറക്കാൻ റെഡിയാണെങ്കിൽ ജീസസ് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ദൈവം വഴി മാറ്റും. ഇപ്പോൾ ഇരിക്കുന്ന ചെയറിൽ നിന്ന് ദൈവം മറ്റൊരു ചെയറിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇരിക്കുന്ന ക്യാബിൽ നിന്നും മറ്റൊരു ക്യാബിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു. 25-ാം ദിവസം ദൈവാത്മാ പറയുന്നു, നിന്റെ അടുക്കലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഹൃദയം തുറക്കൂ, അത്ഭുതങ്ങൾ നടന്നിരിക്കും, നടന്നിരിക്കും, നടന്നിരിക്കും. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്ത് വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ലിജിയോട് പറഞ്ഞിടി, ആ വിഷയത്തിന് ഇതുവരെ ഒരു മറുപടി ആയല്ലോ, 25 ദിവസമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞത് 40 കഴിഞ്ഞില്ലല്ലോ. 40 എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. അത് കഴിയുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും. ഞങ്ങളത് വിശ്വസിക്കുന്നവരാ, അത് അനുഭവിക്കുന്നവരാ. അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നേ. ഇന്ന് രാത്രി ആത്മാവി പറയാ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദൂത് പറയട്ടെ, ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് നേരിട്ടപ്പോൾ യഹോവയായ ദൈവം ഒരു കാര്യം പറഞ്ഞു, പർവ്വതത്തിന്റെ മുകളിൽ കയറടാ, എന്നിട്ട് കൈ പൊക്കി നിൽക്ക്, നിന്റെ കയ്യിരിക്കുന്ന വടിയും കൂടെ പിടിച്ചു. മോശ കൈ പൊക്കി. ഇതിനകത്തിരിക്കുന്നവർ എഴുതിയിട്ടോ, ഇതൊരു പ്രവചനമാ. മോശ കൈ പൊക്കി. എത്ര നേരം പൊക്കാൻ പറ്റും? ഞാൻ ഈ കൈ ഇങ്ങനെ പൊക്കി ഈ മൈക്കും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വട്ടം ഞാൻ കൈ മാറ്റി മാറ്റി പിടിച്ചു. എന്താ കാര്യം? ഇത്രയും പൊക്കാൻ ഒരു പരിമിത സമയമുണ്ട്. അങ്ങനെങ്കിൽ ഒരു ഫുൾ കൈ പൊക്കി വെക്കാൻ ഒരു പരിമിത സമയമുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ കൈ എപ്പോൾ താഴും അപ്പോൾ പാളയത്തിൽ പരാജയം സംഭവിക്കും. അതുകൊണ്ട് യുദ്ധം തീരുന്നിടം വരെ നിന്റെ കൈ ഉയർന്നിരിക്കട്ടെ. ആമേൻ. നിന്റെ കൈ എന്ത് ചെയ്യട്ടെ? ഉയർന്നിരിക്കട്ടെ. ഇത് ദൂത, ഉയർന്നിരിക്കട്ടെ. എഴുതിയിട്ടോ, ഉയർന്നിരിക്കട്ടെ. കൈ താത്തു പിടിച്ചല്ല, ഉയർന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, കൈ ഉയർത്തി നമുക്ക് ഇത്രയും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നേരം പൊക്കും? നിങ്ങൾ ആദ്യം ആവേശത്തോടെ പൊക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും. കാരണം എന്താ അറിയോ? ഒരു പരിമിത സമയമുണ്ട് കൈ പൊക്കി വെക്കാൻ. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, അഹരോനേ എന്തോ, ഹൂരേ എന്തോ, കേരള എവിടെ? എന്റെ ദാസനായിരിക്കുന്ന മോശയുടെ കൂടെ.
അവന്റെ കൈക്ക് പിടിക്ക്. ഈ 25-ാം ദിവസം അവിടെ ഇവിടെയും വന്നിരിക്കുന്നത് ആമേ വെറുതെ ഇരിക്കുകയല്ല, കൈക്ക് പിടിക്കുക നിങ്ങള്. ആമേൻ, ആമേൻ. കൈക്ക് പിടിക്കാൻ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ പാളയത്തിൽ വിടുതൽ നടക്കും. ഈ യുദ്ധത്തിന് അവസാനമുണ്ടാകും. ഇവിടെ ഒരു ജയമുണ്ടാകും. പിശാച് അവന്റെ അമിത ബലമെടുത്ത് കറക്കി കുത്തി വരും. പേടിക്കരുത്, ഭയക്കരുത്. ഇന്ന് രാത്രി കൈ ഉയർന്നിരിക്കട്ടെ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്ക്. പാളയത്തിൽ വിടുതലുണ്ടെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഒരു വിടുതലുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ. താഴ്വരയിൽ ജയമുണ്ട്. എല്ലാ കാലവും ഈ മണ്ണും കല്ലും വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പരിമിത സമയമേ ഉള്ളൂ സാത്താന്റെ കയ്യിൽ. ഒരു പരിമിത സമയമേ ഉള്ളൂ പ്രതിയോഗിയുടെ കയ്യിൽ. അത് കഴിയുമ്പോൾ നിനക്ക് ജയമാ. ആമേൻ. വിശ്വസിക്കാമോ? അത് കഴിയുമ്പോൾ എന്താണ്? ജയമാ. ഓ ഒരാമേൻ പറ. ആ പരിമിത സമയത്തിന്റെ ലാസ്റ്റ് ടൈമാ 25 മുതലുള്ള ദിവസങ്ങൾ. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയാ, ദൈവത്തോട് ആമേ കീഴ്പ്പെട്ടിരുന്ന് പിശാചിനോട് നീ എതിർത്ത് നിൽക്കുമ്പോൾ, നിന്റെ ബിസിനസ്സിനോട്, നിന്റെ നന്മയോട്, നിന്റെ സാമ്പത്തികത്തോട്, നിന്റെ ആരോഗ്യത്തോട് പിശാച് പല തന്ത്രങ്ങളും മന്ത്രങ്ങളും കെട്ടിപ്പൊക്കി വരും. പക്ഷെ പേടിക്കരുത്, ഭയക്കരുത്. ദൈവത്തിന്റെ പക്കൽ അതിന് ജയമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ ജയമുണ്ട്. ലൈവിലിരിക്കുന്നവരോട് ഞാൻ പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പക്കൽ ജയമുണ്ട്. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരിക, ദൈവം നിങ്ങളോട് എന്ത് ചെയ്യും? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത്രയും പറയുമ്പോൾ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അടുത്തു വരേണ്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പലപ്പോഴും റെന്നി പാസ്റ്റർ അടുത്ത് ചെല്ലുന്ന എപ്പോഴും അറിയാമോ? ഒന്നീ തല്ല് കിട്ടണം, അല്ലെങ്കിൽ എന്തേലും ആവശ്യം വരണം. എന്നോണ്ടോ നിങ്ങൾ? എന്റെ കാര്യമല്ലേ പറഞ്ഞേ? എന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ ദൈവത്തോട് അടുത്ത് വരണമെങ്കിൽ 2 കാര്യങ്ങളിൽ ഏതിലും ഒന്ന് നടക്കണം. ഒന്ന്, എൻ്റെ പേഴ്സിലെ പൈസ കുറയണം. ATM പോയപ്പം ഒന്നും കിട്ടിയില്ല, അപ്പം മുട്ടുമുടക്കും. അപ്പോൾ യേശുവേ എന്നെ സഹായിക്കണേ എന്ന് പറയും. അല്ലെങ്കിൽ കൊച്ചു പഠിക്കുന്ന ആമേൻ ഹോസ്റ്റലിലോ വീട്ടിലോ ജോലി കോളേജിലോ അല്ലെങ്കിൽ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും ചെറിയൊരു കുലുക്കോ ഒക്കെ എന്ത് ചെയ്യണം? അപ്പൊ ദൈവം മോശക്കാരനല്ല, ഇടയ്ക്ക് പിടിച്ച് കുലുക്കുകയും ചെയ്യും. ഇടയ്ക്ക് പിടിച്ച് കുലുക്കുമ്പോഴേ നമ്മളെ പറിച്ചു കളയാനല്ല, നമ്മളെ ഒന്ന് ഉറപ്പിക്കാനാ. വചനത്തിൽ ഒരു കാര്യം പറയാം. കർത്താവ് ഇങ്ങനെ തന്നോണ്ടിരിക്കുക. എൻ്റെ ഉണ്ടോണ്ടെന്ന് രാത്രി സന്തോഷമുണ്ടോ? ആമേ. ഞാൻ പറഞ്ഞില്ല, വലിയ ആവേശമൊന്നും ഇല്ലെങ്കിലും ദൂത് കറക്റ്റായിട്ട് വരും. പ്രാർത്ഥിച്ചാൽ മതി. വചനത്തിലൊരു കാര്യമുണ്ട്, വാക്യം, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോകും. എന്തിനാ? കൃത്യമായി സംസാരിക്കാൻ. വാക്യം അങ്ങനല്ലേ? ഒന്ന്, ഞാൻ അവളെ എന്ത് ചെയ്യും? വശീകരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഇവിടെ വാക്യം എന്തുവാ? നിങ്ങൾ എങ്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? വരും. ചിലര് വരത്തില്ല, അപ്പൊ വശീകരിക്കണം. മനസ്സിലായോ? എല്ലാം പിടി കിട്ടിയോ? ബൈബിള് തപ്പുവാണോ? വീട്ടിൽ പോയി തപ്പിയാ? ഇങ്ങോട്ട് നോക്ക്. ഞാൻ അവളെ വശീകരിക്കും. ഇവിടെ വായിക്കുന്ന എന്തുവാ? ഇവിടെ എന്തുവാ വായിക്കുന്നേ? എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ എന്താ വായിക്കുന്നേ? പറഞ്ഞേ. ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. ചിലരെ ദൈവത്തിന് വേണം, പക്ഷെ എന്ത് ചെയ്യത്തില്ല? അടുക്കത്തില്ല. ദൂതായത്. ചിലരെ ദൈവത്തിന് എന്തോ വേണം. ഇപ്പം ബാബുച്ചാനെ ദൈവത്തിന് വേണം, സണ്ണിപ്പാസ്റ്ററെ ദൈവത്തിന് വേണം, റെന്നിപ്പാസ്റ്ററെ ദൈവത്തിന് വേണം. ദൈവം മുൻനിർണയത്തിൽ കണ്ടവരാ.
ഇവിടെ ഇരിക്കുന്നവരുടെ പേര് പറഞ്ഞില്ലേലും നിങ്ങളെല്ലാം ദൈവത്തിന്റെ മുൻനിർണയത്തിൽ കണ്ടവരാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ മുൻനിർണയം എന്താണെന്ന്, അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? ദൈവത്തിന്റെ അടുക്കലേക്ക് പോകത്തില്ല. പക്ഷെ നോർമലി കേസ് കൈകാര്യം ചെയ്യുന്നത് ഇതാണ്, ഈ വാക്യത്തിൽ കിടക്കുന്നത് നോർമൽ കേസാണത്. അതെന്തുവാണ്? നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്ത് വന്നാൽ ദൈവം എന്ത് ചെയ്യും? അടുത്ത് വരും. അങ്ങനെ ആ നോർമൽ കേസിനകത്ത് വല്ലാത്ത ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്നവരാ നമ്മള്. ഏത്? ദൈവത്തിന് ആവശ്യമുണ്ട് നമ്മളെ, പക്ഷെ നമ്മൾ ദൈവത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ അടുത്ത പദ്ധതിയാണ് നമ്മളെ എന്ത് ചെയ്യും? വശീകരിക്കും. മനസ്സിലായോ? വശീകരിക്കും. ഈ വശീകരണം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ദൈവം അങ്ങ് പരിഹരിക്കും. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോവും? അത് വശീകരണമാണ്. നമ്മൾ ചിലരെ വശീകരിക്കാറില്ലേ? നമ്മുടെ ബലഹീനതകളെ കണ്ട് ആ ബലഹീനതകളെ ചൂഷണം ചെയ്യാന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ വിഷയത്തിൽ ദൈവം ഇടപെടും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാന്ന് കണ്ടിട്ട് നമ്മൾ പറയും, ഓ ഗ്ലോറി, ദൈവം എന്നെ എന്ത് ചെയ്തു. പിന്നെ ആ ആഴ്ച മൊത്തം പറയും, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. ആ വശീകരണത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? അതിനാ ഈ രോഗസൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും. അല്ല സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയൊന്നും അല്ല, എന്നെ വശീകരിച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ. ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ചില മാനദണ്ഡങ്ങളാണ്. വചനം പറഞ്ഞാൽ അകത്ത് വരത്തില്ല, ചിലർ വരും. അതാണ് ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ എങ്കിലേക്ക് വരിക, ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? വരും. വചനം പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. വചനം പറഞ്ഞാൽ കേൾക്കാനും പറ്റത്തില്ല. കൂർക്കം വലിച്ച് നമ്മൾ ഉറങ്ങും വചനം പറയുമ്പോൾ. അതേസമയം അങ്ങനെ ഇല്ലാത്തവരുടെ, അങ്ങനെ പറ്റാത്തവർക്കാണ് രോഗം കൊടുത്തിട്ട് ദൈവം എന്ത് ചെയ്യും? ഇനി കൊണ്ടുവരും. അപ്പൊ ദൈവത്തിന് അറിയാം ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇപ്പൊ ഞാൻ പറയാം, ഒരു കൊച്ചു കുടുംബത്തിൽ അന്നന്ന് ജീവിക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, അന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു 600 രൂപ കൊണ്ട് അന്നത്തെ കാര്യം നോക്കുക. നാളെ ജീവിക്കണം, നാളെ കഷ്ടപ്പെടണം, നാളെ പണിയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാ. അങ്ങനെ ഒരു വീടും, മറിച്ച് മറു സൈഡിൽ ലക്ഷങ്ങൾ ബാങ്കിലുള്ള ഒരു വീടും. ഇപ്പൊ 2 വീടിന്റെ കാറ്റഗറി മനസ്സിലായല്ലോ. ഈ 2 പേരെയും ദൈവത്തിന് വേണം. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? 2 പേർക്കും പനി കൊടുക്കും. എന്തോ കൊടുക്കും? 2 പേർക്കും പനി കൊടുക്കും. കാരണം വശീകരണത്തിന്റെ ഭാഗം പറയുന്നേ, 2 പേർക്കും പനി കൊടുക്കും. പണമുള്ളവൻ അങ്ങോട്ട് കൊടുക്കും, ആശുപത്രിയിൽ പോകും. പണമില്ലാത്തവനോ വീട്ടിലിരിക്കും, ചാക്കും പുതച്ച് വീട്ടിൽ ഇരിക്കുക. അന്നേരമാണ് ദൈവം അതിലേ പോയി ഒരു ഉപദേശിയോട് പറഞ്ഞാണ്ട് ആ വീട്ടിൽ പോയി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഈ കൊച്ചു വീട്ടിൽ ആശുപത്രിയിൽ പോകാൻ കാശില്ലാതിരിക്കുന്നവന്റെ വീട്ടിൽ ചെന്ന ഒരു ദൈവദാസൻ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗം എന്ത് ചെയ്തു? അവനോട് വരും. അതാണ് വശീകരണം, ദൈവത്തിന്റെ വശീകരണം. ചില രോഗങ്ങൾ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ചില കഷ്ടത എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നമ്മളെ അവങ്കിലേക്ക് അടുപ്പിക്കാനുള്ള വശീകരണം. അതേസമയം ഈ ഉപദേശിയോട് തന്നെ പറയുകയാണ്, ആ അപ്പുറത്തെ വീട്ടിലൂടെ എന്ത് ചെയ്യുക? അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പുള്ളി അങ്ങ് പോകും. പുള്ളി ചിലപ്പോൾ സൗഖ്യമാവും, പക്ഷെ ആ പുള്ളി പറയും, ഞാൻ അവിടെ കാരിത്താസിൽ പോയായിരുന്നു, അവിടെ നല്ല ഡോക്ടറാണ്, പുള്ളി മരുന്ന് കുറിച്ച് തന്നു. നേടാൻ പറ്റുമോ പുള്ളിയെ? ഇല്ല. അപ്പൊ പുള്ളിക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട് ദൈവം. ഈ പുള്ളി കൊടുത്തതല്ല അവിടെ വെച്ചേക്കുന്നത്. ഈ പുള്ളിക്ക് പനി കൊടുത്തപ്പോൾ വശീകരിച്ചു, പുള്ളി ഇപ്പുറത്തിയാടി. ആ പുള്ളിയും ദൈവത്തിന് വേണം, മുൻനിർണയത്തിലുള്ളവനാ. പക്ഷെ അവനെ പനി കൊടുത്താൽ പറ്റത്തില്ല. അവനെ ബ്ലഡിനകത്ത് ക്യാൻസർ കൊടുത്തു. അവൻ RCCയിലും കാരിത്താസിലും അമൃതയിലും ലേക്ഷറിലും ഒക്കെ ഓടിയിട്ട് ലാസ്റ്റ് ഈ മുടിയെല്ലാം കൂടെ പോയി കീമോ ഒക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴാ പ്രാർത്ഥിക്കുന്നവര് സഹോദരിമാരും കൂടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് അവളെ സൗഖ്യമാക്കി. ഉണ്ടോ വശീകരണത്തിന്റെ സ്വഭാവം കണ്ടോ? എന്തിനെന്നറിയാമോ? അടുത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? അടുത്തു വരാൻ ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഇനി ഒന്നുകൂടെ പറയാം, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു പ്രതിസന്ധി കൂടെ, ശോധനയിൽ കൂടെ, എൻ്റെ മോളെ ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊന്നും ആകത്തില്ലായിരുന്നു. ഒന്നൊരു ഓർഡിനറി ഉപദേശി, അല്ലെങ്കിൽ മിനിസ്ട്രി കാണത്തില്ല. പക്ഷെ ആ കഠിന പരിശോധനയാണ് ഇന്ന് കൃപയിൽ നിൽക്കുന്നത്.
ആ വശീകരണം കണ്ടോ? തകർക്കാനല്ല അത്. അങ്ങനെയാണ് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഈ വശീകരണത്തിനകത്ത് അകപ്പെടാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞ, അടി കിട്ടുന്നതിന് മുമ്പ് അടുത്തു വാ. വല്ലതും പിടി കിട്ടിയോ? അടി കിട്ടി വരുന്നതും അല്ലാതെ വരുന്നതും സുഖമാ, രണ്ടും രണ്ടാ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരുത്തനെ അടിച്ച് ഇവിടെ കൊണ്ടുവരണം. ദൈവത്തിന് എന്തില്ല? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ദ്രേശ? ദൈവത്തിന് ആഗ്രഹമുണ്ടോ ഒരുത്തനെ അടിച്ച് പല്ലും പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. അതിന് നോർമൽ കേസ് കർത്താവ് പറയുന്നേ, നിങ്ങൾ എങ്കിലേക്ക് വാ, ഞാൻ നിങ്ങളുടെയൊക്കെ എന്ത് ചെയ്യാം? വരാം. പക്ഷെ ഈ വിളി കേട്ടിട്ടും, യേശുവിലേക്ക് വാ എന്നുള്ള വിളി കേട്ടിട്ടും നീ വരാതിരിക്കുമ്പോഴാ തമ്പുരാൻ വടിയെടുക്കുന്നേ. കാരണം ദൈവത്തിന്റെ പദ്ധതി നീ ഇവിടെ വന്നേ പറ്റൂ. കാരണം അതിനാ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. അതിനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. അതിനാണ് പത്രോസ് പറഞ്ഞത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമ്മെ സ്നേഹിച്ചത്. ഇതിനകത്തിരിക്കുന്നവരെ മാത്രമല്ല സ്നേഹിച്ചിട്ടുള്ളത്, ഈ ലോകത്തിൽ കിടക്കുന്ന പലരെയും ദൈവം സ്നേഹിച്ച് വെച്ചിരിക്കുകയാ. ഓ ജീസസ്. ഈ ലൈവിൽ കേൾക്കുന്ന പലരെയും ദൈവം സ്നേഹിച്ച് വെച്ചിരിക്കുകയാ. ആ സ്നേഹത്തിനകത്തുള്ളത് കൊണ്ട് പലരും ഉണ്ട് ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവര്. ഹെഡ്സെറ്റ് വെച്ച് മെസ്സേജ് കേൾക്കുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? കൊതിച്ചിട്ട്. ആമേൻ. അവരെ മുൻനിർണയത്തിൽപ്പെട്ടവരാ. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ പറയാ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, അടി കിട്ടുന്നതിന് മുമ്പും മടങ്ങി വാ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? വശീകരിക്കും. എല്ലാരെയും വശീകരിക്കത്തില്ല. ദൈവത്തിന് വേണ്ടാത്തവരൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല. അതാ വഴിക്ക് പോട്ടെന്ന് നോക്കും. പക്ഷെ നിന്നെ ദൈവത്തിന് വേണം. വിളിച്ചു വന്നില്ല, പിന്നെ വശീകരിക്കുക. അടുത്ത സ്റ്റെപ്പ് എവിടെ കൊണ്ടുപോകുന്നേ? നമ്മളോർത്ത് ഈ വശീകരണത്തിനകത്ത് പെട്ടുകഴിഞ്ഞാൽ എല്ലാം സുഖമാണെന്ന്. നോ. ഈ വശീകരണത്തിനകത്ത് പെട്ടുകഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മരുഭൂമിയാ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞേ. മിനിമമേ സ്തോത്രം പറഞ്ഞേ. എവിടാ കൊണ്ടുവച്ചേക്കുന്നേ? ഇപ്പം ഇന്ന് രാത്രിയിൽ 25-ാം ദിവസം ചില മരുഭൂമി കൂടെ കടന്നു പോകുന്ന ഇവിടെ ഉണ്ട്. അത് ദൈവം അറിയാതല്ല, ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുക. നേരെ ചൊവ്വേ വിളിച്ചപ്പോ നീ വന്നില്ല. പ്രമാണം നീ നേരെ വരണമെന്നാ. നേരെ വന്നാൽ ഞാൻ നിന്നിലേക്ക് എന്ത് ചെയ്യും? കർത്താവ് അങ്ങ് ആഗ്രഹിക്കുക നമ്മുടെ വീട്ടിൽ വരാൻ. വീടെന്ന് പറയുമ്പോൾ നിങ്ങളുണ്ടാക്കിയ ആ 2 നില വീടോ 1 നില വീടിന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ മനസ്സ്, ശരീരം വന്ന വീട്ടിലേക്ക് കർത്താവ് കൊതിക്കുകയാ. ഞാൻ ബോസങ്ങളുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ ഞാൻ കൊതിക്കുക എന്നതുപോലെ ദൈവത്തിന് എന്നിലേക്കൊന്ന് വരാൻ ദൈവം എന്ത് ചെയ്യുക? മുട്ടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ദൈവം നോർമൽ കേസ് പറയുക, വാ ഞാൻ അന്ന് വരാം. പക്ഷെ വരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വശീകരണ പടി, സ്വതന്ത്രം, ദൈവത്തിന്റെ വശീകരണ വടി, ദൈവത്തിന്റെ വശീകരണ കരം ഒന്ന് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അകത്ത് എന്ത് ചെയ്തു? കയറി വന്നു. ഇതിനകത്തിരിക്കുന്ന പലരോടും ഞാൻ ചോദിക്കാൽ നിങ്ങൾ പലരും പറയും, ഇതിനകത്ത് വന്നതിന് പല മുഖാന്തരങ്ങളുണ്ട് ഇല്ലേ? ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിൽ കൂടെയും, ഷായിച്ചാൻ്റെ അടുത്ത് അമ്മമ്മ ബ്രെയിൻ ട്യൂമർ ഇല്ലയോ, അതോ ക്യാൻസറോ, ആ വലിയ രോഗത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടിരുത്തി സൗഖ്യം കൊടുത്തു. ആമേൻ. രാമേൻ പറയണം, രാമേൻ പറയണം. ദൈവത്ര വിശ്വസ്തനാ, ദൈവത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. കാല് മുറിച്ച് കളയാനായിട്ട് എഴുതി കുത്തി വാങ്ങിച്ച ഡോക്ടറിന്റെ രേഖകളെ തിരുത്തി കുറിച്ചിട്ടാണ് അഭിഷിക്തൻ ഇവിടെ ഇരിക്കുന്നത്. അതാ വശീകരണത്തിന്റെ വടിയാ. ഇത് ദോഷത്തിനല്ല പ്രിയരെ. എന്തിനെന്നറിയാമോ? അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരാൻ. ദൈവത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവന്റെ പർപ്പസിനകത്ത് നമ്മൾ വരണം. ഇന്ന് രാത്രി ആത്മാവി പറയാം, ലൈവിൽ കേൾക്കുന്നവരും കേട്ടോണം.
വീട്ടിൽ ഇരുന്ന് ഈ യോഗത്തിന് വരാതെ വീട്ടിൽ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ടെങ്കിലും കേട്ടോണം. ഇന്ന് രാത്രി നിങ്ങളും കേട്ടോണോ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനകത്ത് നീ വരാതെ ഒഴിഞ്ഞു മാറി കയ്യിലിരിക്കുന്ന ചേമ്പലക്കകത്ത് വെള്ളം വീഴുന്ന പോലെ നീ തെറ്റിപ്പോയാൽ തമ്പുരാന്റെ കൈ നിനക്ക് പ്രതികൂലമാകും. പ്രതികൂലമായാൽ എവിടെ പോയാലും നന്നാകത്തില്ല. ഇവിടെ വരണം. എവിടെ? ദൈവസന്നിധി വരണം. അല്ല, പിടി കിട്ടിയോ? വിടത്തില്ല ദൈവം. റെന്നി പാസ്റ്റർ ആണേലും വിടത്തില്ല, ലിജി ആണേലും വിടത്തില്ല, ഔച്ചാനാലും വിട, സണ്ണി പാസ്റ്റർ ആണേലും വിടത്തില്ല, തമ്പിച്ചാനാണേലും വിടത്തില്ല. ദൈവത്തിന്റെ നിയോഗത്തിനകത്ത്, ദൈവത്തിന്റെ മുൻനിർണയത്തിനകത്ത് നീ കിടപ്പുണ്ടെങ്കിൽ നീ എവിടെ വരെ പോയാലും നിന്നെ വലിച്ച് കരക്കിടുന്നൊരു സമയമുണ്ട്. നീ എവിടെ വരെ പോയാലും നിന്നെ വലിച്ചു കൊട്ടയ്ക്കകത്ത് പൂണിക്കകത്തിടുന്നൊരു സമയമുണ്ട്. ആ സമയം നിനക്ക് അതികഠിനമാകാതിരിക്കാൻ വരിക. ആമേൻ. ചൂണ്ടയിടുന്ന ആളിനെ കണ്ടിട്ടില്ലേ? നമ്മുടെ പിള്ളേരൊക്കെ ചൂണ്ടയിടുന്ന ആളുകളാ. ചൂണ്ടയിടുമ്പോൾ എന്തെങ്കിലും കടയിൽ പോയിട്ട് നല്ല നീളമുള്ള ചൂണ്ട വാങ്ങിച്ചിട്ട് കമ്പിൻ്റെ അറ്റത്ത് കെട്ടി വില തീറ്റയൊക്കെ വെച്ചിട്ട് ഈ ചൂണ്ട കൊളുത്തി വെള്ളത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലുള്ള വലിയ കായലിൽ എന്തോ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, ഇല്ലയോ? മീൻ പിടിക്കാൻ വേണ്ടി ഇടുമ്പോൾ വല്ല പള്ളത്തിയോ കാരിയോ കൂരിയോ എന്തുവാ അതിനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് ഒരു കാരി കയറി എന്ത് ചെയ്യുന്നു? കടിക്കുന്നു. ഈ കുത്തിയിരിക്കുന്ന നമ്മൾ അറിയുന്നില്ല കടിച്ചെന്ന്. എപ്പോഴാ അറിയുന്നറിയാമോ? ഈ ചൂണ്ടയ്ക്ക് നീളമുള്ളത് എവിടെ വരെയാണോ അതിനങ്ങേ അറ്റം വരെ പോകുമ്പോഴാണ് ഈ കമ്പ് ഇങ്ങനെ അനങ്ങുന്നത്. അന്നേരം ചൂണ്ട ഇട്ട വ്യക്തിക്കറിയാം ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വീണിട്ടുണ്ട്. ചിലതിനെ ദൈവം ചൂണ്ടയ്ക്കകത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓടുക ഇല്ല. നിന്നെ ഓടിക്കാൻ അത്ര ഓടിച്ചിട്ടൊരു പിടിയുണ്ട്. എന്തിനറിയാമോ? നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നെ രോഗിയാക്കി ഇരുത്താനല്ല, നിന്നെ തകർക്കാനല്ല, നിന്നെ കടക്കാരനാക്കാനല്ല, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനല്ല. ഇന്ന് രാത്രിയെ നീ മുൻനിർണയത്തിനകത്തുപെട്ട വ്യക്തിയായതുകൊണ്ടാ നിന്നെ ദൈവത്തിന് വേണം. സഹോദരി, ദൈവത്തിന് നിന്നെ വേണം. സഹോദര, ദൈവത്തിന് നിന്നെ വേണം. അവരാന്റെ മനസ്സ് തുറക്കുക. അടുത്തു വാ. പരസ്യത്തിലൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ എന്താച്ചാ എനിക്കും നിനക്കും വരുന്ന പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ഉപവസിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധി നിന്നിട്ടും ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാത്തതിന്റെ അർത്ഥം ദൈവത്തിന് രോഗം എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ മാറ്റാൻ കഴിവട്ടവനായതുകൊണ്ടല്ല. ദൈവത്തിന്റെ വശീകരണത്തിൽ അത് വെച്ചിരിക്കുകയാ. എന്തിനെന്നറിയാമോ? ദൈവത്തിന് ഒറ്റ ആശയുള്ളൂ, അവൻ ഇരിക്കുന്നിടത്ത് നീ എന്ത് ചെയ്യണം? ഇരിക്കണം. അത്രയേ ഉള്ളൂ. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ ഇരിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ദൈവം എന്ത് വിലയും കൊടുക്കും. പണ്ട് പറഞ്ഞോണക്ക് പണ്ടൊരാളെന്നോട് പറഞ്ഞ, പാസ്റ്റേ ഞാൻ കൊതിച്ച വസ്തുവാ അത്. എന്നോട് പറഞ്ഞ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ, പാസ്റ്റേ കണ്ടത് കണ്ടോ, ഞാൻ കൊതിച്ച വസ്തുവാ, ഏത് വില കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും? വാങ്ങും. മറ്റേത് പറയും, ഞാൻ ഏത് പണി കാണിച്ചാലും ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞതൊക്കെ. കർത്താവ് ഏത് വിലയും കൊടുത്തു നമ്മളെ അവൻ്റെ സന്നിധി ഇരുത്തും. കാരണം എന്താണെന്നറിയോ? നമ്മളെക്കാൾ ദൈവത്തിന് വിലയുള്ളൂ തൻ്റെ പുത്രൻ്റെ രക്തത്തിനാ. ആ രക്തത്തോട് ദൈവത്തിന് അനീതി കാണിക്കാൻ പറ്റത്തില്ല. രക്തമൊഴുക്കിയത് എനിക്ക് ഒരു സിംഹാസനം തരാനാ, രക്തമൊഴുക്കിയത് എനിക്കൊരു കസേര തരാനാ. സ്തോത്രം. രക്തമൊഴുക്കിയത് അവനോടൊപ്പം എന്നെ എന്ത് ചെയ്യാനാ? ഇരുത്താനാ. അതിനാ നമുക്ക് ഈ കൂടെയുള്ള ഇഞ്ചക്ഷൻ എന്ത് ചെയ്യുന്നേ? ഒരാമയും പറഞ്ഞേ.
സ്തോത്രം. അല്ലേ നമ്മൾ അഹങ്കരിച്ചു പോകും. ഇത്രയും പ്രശ്നം വന്നിട്ടും അഹങ്കാരമാണ് നമുക്ക്. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് നമുക്ക് അഹങ്കാരമാണ്. അപ്പം ഇത് തരാതിരുന്നാൽ കിട്ടുമോ ദൈവത്തിന്? കിട്ടത്തില്ല. അപ്പൊ ദൈവം മാക്സിമം എന്ത് ചെയ്യും? വശീകരിക്കും. സ്തോത്രം പറഞ്ഞേ. സന്തോഷമുണ്ടോ ഇന്ന് രാത്രി? വശീകരിക്കും. അപ്പൊ ഇത് നമുക്ക് മേത്താടിയും കീത്താടിയും കൂടെ കൂട്ടിക്കെട്ടി മുക്കി പഞ്ഞി വെച്ച് കാലിൻ്റെ കൈയുടെ പെരുവിരൽ കൂട്ടിക്കെട്ടി വെക്കാനല്ല പ്രിയരെ. ഒന്നുകൂടെ പറയാം, അവനോളം ഇരുത്താൻ, നിത്യതയിൽ കൊണ്ടുപോകാൻ. നമുക്ക് നിത്യത വേണ്ട, നമുക്ക് രോഗസൗഖ്യം വേണം, നമുക്ക് നിത്യത വേണ്ട, നമുക്ക് കടഭാരം മാറണം. ഞാൻ ഇന്ന് രാത്രി കടഭാരം മാറും, രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ചു പേരൂടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറയും. പക്ഷെ നിത്യത എന്ന് പറയുമ്പോൾ പലരും എസ്കേപ്പ് ആവും. കാരണം എന്താ അറിയാമോ? ഇത് നമുക്ക് വേണ്ട. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു വീടുണ്ട്. ആ വീട്ടിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ തീർന്നു മക്കളെ. അപ്പൊ എവിടെ കൊണ്ടുപോകും? ആരെ വശീകരിക്കും? നമ്മളെ ദൈവം എന്തു ചെയ്യും? വശീകരിക്കും. അപ്പൊ വശീകരിക്കുന്ന ഭാഗം മനസ്സിലായല്ലോ. ഇനി ഇവിടെ കൊണ്ടുപോകുന്ന എവിടെയാ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എവിടെ മോളെ ഫേബ? എവിടാ? മരുഭൂമിയിൽ കൊണ്ടുപോകും. മരുഭൂമി അത്ര ഈസി അല്ല അച്ഛാ. മരുഭൂമി അത്ര ഈസി അല്ല. തലയ്ക്ക് മീതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തണലും എവിടില്ല. ചെടികളുണ്ട്, മരുഭൂമി ചെടി. അതും കള്ളുമുള്ളി ചെടി ഉണക്കുള്ള ചെടികളാ, മുള്ളൊക്കെ ഉള്ളതാ. എന്നോട് വന്നേ, ശക്തമായ ദൂതാ പറയുന്നേ. പാറക്കെട്ടുകൾ മാത്രമല്ല, പാറക്കെട്ടൊക്കെ അപൂർവമാണ്. മൺതിട്ടകളും മൺകൂമ്പാരങ്ങളും ഉള്ളതാണ് മരുഭൂമി. കടലിലെ ഓളങ്ങൾ അടിക്കുന്നു. അതുപോലെ മരുഭൂമിയിൽ ഇപ്പൊ കാണുന്ന മല അത് പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സ്ഥലമാണ് മരുഭൂമി. ചൂടാണ്, ചുട്ടുപഴുത്ത മണലാരുണ്യമാണ് മരുഭൂമി. പക്ഷെ ദൈവം നമ്മളെ വശീകരിച്ച് കൊണ്ടുവച്ചത് എവിടാ? പട്ടുമെത്തയിലല്ല, പട്ടുമെത്തയിലല്ല. ഹല്ലേലൂയ. ഒരു കഴുകൻ തന്റെ കൂടെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? ആദ്യം എന്ത് ചെയ്യുന്നത്? കുറെ മരത്തിന്റെ ശിലകൾ കൊണ്ടുവന്ന് ഉയരമുള്ള സ്ഥലത്തോ പാറയുടെ ഇടുക്കിലോ കൊണ്ടുവയ്ക്കും. അതിനുശേഷമായിട്ട് ചകിരി പോണക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ട് പൊതിയും. അതിനകത്ത് പിന്നെ മുള്ളുകൾ കൊണ്ടുവയ്ക്കും. ആ മുള്ളുകൾക്ക് മണ്ടയിൽ പഞ്ഞി പോണക്കുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും ചകിരി പോണക്കുള്ളത് കൊണ്ടുവയ്ക്കും. ഇതിനകത്താണ് കഴുകൻ തന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തിരുത്തുന്നത്. ജന്മം കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ആ ചകിരി മൊത്തം തള്ളക്കഴുകൻ എന്ത് ചെയ്തു? കൊത്തി പുറത്ത് കളയും. തള്ളക്കഴുകൻ കാതെല്ലാം കൂടെ കൊത്തിക്കളയുമ്പോൾ പരിവരുത്ത അനുഭവത്തിൽ നിന്ന് മുള്ളുകളുള്ള അനുഭവം വരും. ആ മുള്ളുകൾ ശരീരത്തിൽ കയറുമ്പോൾ ഇവൻ ചിറകടിക്കും. സ്തോത്രം. പ്രസവിച്ച അല്ലെങ്കിൽ മുട്ടയിട്ട എന്താ കഴുകൻ മുട്ടയിടുവാണോ? അയ്യേ ആമേൻ. അതിനകത്ത് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് എന്നും ആ കൂടിനകത്ത് ഇരിക്കണമെന്ന് ആ തള്ളക്കഴുക ആഗ്രഹിക്കുന്നില്ല. പകരം എന്താ ആഗ്രഹിക്കുന്നത്? അവനോളം അല്ലെങ്കിൽ അവളോളം ഇത് ഉയരണം. സഹോദര, ഈ തള്ളക്കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുഞ്ഞിനെ പൊക്കിയെടുത്ത് തൻ്റെ തോളിൽ വെച്ച് അല്ലെങ്കിൽ ചിറകിൽ വെച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മളവർക്ക് ക്രൂരയായ ഒരു തള്ളക്കഴുകനായിരിക്കുമെന്ന്. ക്രൂരയല്ല, ഉയരങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ കഴുകൻ തൻ്റെ ചിറകിങ്ങനെ ചരിക്കുമ്പോൾ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പറക്കം മുറ്റാത്ത, പറക്കാൻ ആരോഗ്യമില്ലാത്ത ഈ കുഞ്ഞ് താഴേക്ക് വീഴുകയാ. പക്ഷെ നിലംപരിചയാകുന്ന സമയമാകുമ്പോൾ ഞാനും നീ നോക്കി നിന്നാ പറയും, ക്രൂരയായ ഒരു കഴുകൻ, ക്രൂരയായ ഒരു തള്ള. എന്തിനാണ് ആ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുന്നേ? പക്ഷെ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു തലമുണ്ട്. നിലം പരിചയാകുന്നതിന് മുമ്പ് അതേ ചിറകിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു തള്ളക്കഴുകൻ. ഇന്ന് രാത്രി മരുഭൂമി കൊണ്ടിട്ടാലും ചിറക് കൊണ്ട് വിരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. മരുഭൂമി കൊണ്ടിട്ടാലും ഒരാമേൻ പറ. അതുകൊണ്ട് ഇന്ന് രാത്രി മോനെ, അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയാ, ഈ മരുഭൂമിയെ നീ പേടിക്കരുത്. ഈ മരുഭൂമിയെ നീ പേടിക്കരുത്. ഈ ചൂടിനെ നീ പേടിക്കരുത്. ഈ ഉണങ്ങിയ അവസ്ഥയെ നീ പേടിക്കരുത്.
ഈ സാഹചര്യത്തെ നീ പേടിക്കരുത്. ഇതിനകത്ത് നീ വന്നതല്ല, നിന്നെ വശീകരിച്ചു കൊണ്ടുവന്നതാ. അത് ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ നിന്റെ കാര്യത്തിന് ദൈവം നീക്കുമോക്കി തരും. രാമൻ പറ, സ്തോത്രം പറ. കൊണ്ടിട്ടത് മരുഭൂമിയിലാ. മരുഭൂമിയില് ഇവിടെ കിടന്നുകൊണ്ട് നമ്മൾ പറയുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? കൊണ്ടിട്ടവനൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? കൃത്യമായി സംസാരിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നേ ഉള്ളൂ, നിന്നോട് എന്ത് ചെയ്യണം? ഒന്നുറക്കെ പറഞ്ഞേ. ഈ 25-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഇരുത്തിയിരിക്കുന്ന എന്തിനറിയാമോ? ചില കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാനുണ്ട്. നിന്റെ കുഞ്ഞിനെ ഓർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ മക്കളുടെ ഭാവി ഓർത്ത്, നിന്റെ സഭയെ ഓർത്ത് കൃത്യമായി ദൈവത്തിന്, എൻ്റെ മിനിസ്ട്രിയെ ഓർത്ത് ദൈവത്തിന് കൃത്യമായി ചിലത് സംസാരിക്കാനുണ്ട്. 25-ാം ദിവസം ദൈവാത്മ പറയുകയാ, ഈ മരുഭൂമി നീ തകരത്തില്ല, ഈ ചൂടത്ത് നീ ഉണങ്ങിപ്പോകില്ല. ഏത് മരുഭൂമി സമമായ വിഷയങ്ങൾ നിനക്കെതിരെ വന്നാലും കൃത്യമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച് സ്തോത്രം ചെയ്ത്, ഓ ശക്തിയോട് ആത്മാവി സ്തോത്രം ചെയ്ത്, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുകയാ. ദൈവം നിന്നെ താങ്ങുകയാ. ഹല്ലേലൂയ. 25-ാം ദിവസം ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുക. ഈ മരുഭൂമി കൊണ്ടുവന്ന് എന്താ പറയുന്നറിയാമോ? അത് നമ്മൾ മുമ്പ് വായിച്ചത്, അമ്മ മറന്നാലും ഞാൻ നിന്നെ. കൃത്യമായിട്ട് പറയുക. യെശയ്യാവിൽ കൂടെ പറഞ്ഞൊരു പദമുണ്ട് കൃത്യമായി, നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ നീ എന്ത് ചെയ്യില്ല, പെരുവെള്ളത്തിൽ കൂടെ കടന്നാൽ നീ മുങ്ങിപ്പോകില്ല. കൃത്യമായ സംസാരമാ. മുങ്ങിപ്പോകില്ലായിരിക്കും എന്നല്ല, അത് കൃത്യമായ വാക്കല്ല. കൃത്യമായ വാക്ക്. 2 പദം, 2 തരംഗം, 2 സ്റ്റെപ്പില്ല, ഒറ്റ പദം. ആമേൻ. ആ ഒറ്റ പദം ആ പ്രവാചകൻ കൂടെ പറഞ്ഞത് മുങ്ങത്തില്ല. അത് കൃത്യതയെ കാണിക്കുകയാ. യേശു അപ്പ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊവെങ്കിൽ ഊവ്, ഇല്ല എങ്കിൽ ഇല്ല എന്നാണെങ്കിൽ 25-ാം ദിവസം ദൈവാത്മ പറയുന്നു, ഈ വെള്ളത്തിൽ നീ മുങ്ങത്തില്ല, ഈ അഗ്നിയിൽ നീ വെന്തു പോകത്തില്ല, ഈ മരുഭൂമിയിൽ നീ തളർന്നു പോകത്തില്ല. ഇവിടെ ഞാൻ കൊണ്ടുവന്നത് എനിക്ക് ചിലത് സംസാരിക്കാനോ. ഇരിക്കാൻ പറഞ്ഞില്ലേ ഉപവാസ? ഹല്ലേലൂയ. കൃത്യമായി ചിലത് ഇടപെടാനാ. ഇത് പാഴല്ല മോനിച്ച, ഇത് പാഴല്ല മിനിമാമേ, ഇത് പാഴല്ല ജെസി ആന്റി. ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയുകയാ, കൃത്യമായി നിന്നോട് സംസാരിക്കുകയാ. അതിനാ പറഞ്ഞ 20 ഇരിക്കാൻ, അതിനാ പറഞ്ഞ 21 ഇരിക്കാൻ, അതിനാ പറഞ്ഞ 40 ഇരിക്കാൻ. ഇന്ന് രാത്രിയിൽ ഊകാമുഖത്തിന്റെ പേരിലല്ല നീ ഇരിക്കുന്നേ. ദൈവത്തിന് നിന്നോട് ചിലത് കൃത്യമായി ഇടപെടാനുണ്ട്. അത് കേൾക്കണം. ഈ ദിവസങ്ങളിൽ അതെന്ത് ചെയ്യണം? കേൾക്കണം. അതിനെന്ത് ചെയ്യണം? മുട്ടുമടക്കണം. അതിന് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ റിസ്ക് എടുക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവശബ്ദം നിങ്ങൾ കേൾക്കണം. കേൾക്കണം. ഞാനും കർത്താവോട് പറയുന്ന കാര്യമുണ്ട്, കർത്താവേ ആ ശബ്ദം എന്നെ ഒന്ന് എന്ത് ചെയ്യണം. മാനുഷികയോടൊക്കെ ഒത്തിരി കേട്ട് നമ്മൾ മടുത്തവരാ. മാനുഷികമായ വാക്കുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഓടിവിടുന്നു. സ്തോത്രം. മാനുഷിക വാക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിവിടുന്നു. സ്തോത്രം. പക്ഷേ ദൈവശബ്ദം കേട്ടാൽ, ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ എൻ്റെ അച്ചായന്മാരോട് ചോദിക്കുക, ഇത്രയും പേര് ഇന്ന് രാത്രി ഇവിടെ വന്നല്ലോ, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമുണ്ട്, രോഗരിയുണ്ട്. ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണം. ദൈവശബ്ദം കേൾക്കണം. അതൊരു അശരീരിയല്ല, വ്യക്തമായ വാക്ക്.
ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ദൈവശബ്ദം കേട്ടു, പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, പറഞ്ഞ കീറിക്കളയാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ഞാൻ ശക്തനാ. അത്രേ കേട്ടുള്ളൂ. ഡോക്ടർമാർ എഴുതി തന്നത് ഫയലിനകത്ത് വെച്ചത് കീറിക്കളഞ്ഞു. ആ മാസം ദൈവം മൂത്ത കുഞ്ഞിനെ തന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. ദൈവത്തിന്റെ വാക്തത്വം വ്യക്തമാ, ദൈവത്തിന്റെ ശബ്ദം വ്യക്തമാ. അത് അശരീരിയല്ല, ഊഹാഭോഗമല്ല. ആമേൻ. ഇന്ന് രാത്രി ആത്മാവി പറയാ, ഈ മരുഭൂമിയിൽ നിന്നെ കൊണ്ടിട്ടത് അപ്പായിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനാ. ഈ മരുഭൂമിയിൽ നിന്നെ കൊണ്ടിട്ടത് എന്തിനാ? ദൈവത്തിന് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്. കാരണം ഈ മരുഭൂമി ഉണ്ടേലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. ഈ മരുഭൂമി ഉണ്ടേലേ നമ്മൾ കരയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാ, പണ്ട് കരയുന്ന അത്രയും കരച്ചിൽ എനിക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. പണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ പ്രാർത്ഥന. അന്ന് മരുഭൂമിയുടെ കഠിശോധനയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു. അപ്പൊ എന്തോ കുറഞ്ഞു? അപ്പൊ മരുഭൂമി കൊണ്ടിട്ടതിന്റെ ഉദ്ദേശം മനസ്സിലായോ? തകർക്കാനല്ല. ചിലരെ നിനക്ക് മരുഭൂമി ആക്കി വെച്ചിരിക്കുന്നത് നിന്നെ ബന്ധിക്കാനോ ഒതുക്കാനോ അല്ല, നീ ഒന്നുകൂടെ പ്രാർത്ഥിക്കാനാ, ദൈവത്തോടൊന്ന് സംസാരിക്കാനാ. സംസാരിച്ചാലല്ലേ റിപ്ലൈ കിട്ടൂ. ഞാൻ ബാബുച്ചാനോടോ ഞാൻ ബോസങ്ങളോടോ സംസാരിക്കുന്നില്ല, നിങ്ങൾ എന്നോട് സംസാരിക്കുവോ? ഇല്ല. നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം സംസാരിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? ആ സംസാരം കെട്ടുപോകുമ്പോഴാണ് മരുഭൂമിയിലേക്ക് തള്ളിയിടുന്നത്. അല്ലാതെ നമ്മളെ ഒതുക്കാനും തകർക്കാനും മുടിക്കാനും ഒന്നും അല്ല. നമ്മൾ തമ്പുരാന്റെ കയ്യിൽ ഭദ്രമാണ്. നമ്മൾ ചിന്തിച്ചില്ലേ, ഉള്ളം കയ്യിൽ നമ്മളെ എന്ത് ഇരിക്കുക? ഓ, ഈ വരച്ചിരിക്കുന്ന നമ്മളെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? പിന്നെ ഇതിനകത്ത് വരച്ച് വെച്ചിട്ടും ചോദിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അതിനർത്ഥം നമ്മളോട് വ്യക്തമായി ദൈവത്തിന് എന്തൊക്കെയോ ഏറ്റെടുക്കാമോ, എന്തൊക്കെയോ സംസാരിക്കാൻ ഉണ്ട്. ദൂത അത് ഈ 15 ദിവസം കൊണ്ട് കേട്ടോണം. ഫാസ്റ്റിൽ കൂടെ അല്ല, നേരിട്ട് കേട്ടോണം. അതിന് നിങ്ങൾ ഇരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന കാര്യമല്ല, വീട്ടിൽ ഇരിക്കണം, നമ്മളെ ഹോസ്റ്റലിൽ ഇരിക്കണം. ദൈവശബ്ദം അവിടെ കേൾക്കും. ആമേ, ഇരിക്കണം. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക, ഓഫീസിൽ ഇരിക്കുമ്പം ആ ഓഫീസിൽ ഇരിക്കണം, ദൈവശബ്ദം കേൾക്കും. പണ്ട് 12 ഇരുന്നില്ലേ, അത് മുണക്ക് ഇവിടെ ഇരിക്കണം, ദൈവശബ്ദം കേൾക്കും. മരുഭൂമി തകർക്കാനല്ല, ഒരു ദൈവപൈതനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ആത്മാവി പറയാം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാവരോടും അല്ല, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷിക്തന്മാരെ നോക്ക്. അവരുടെ പുറകിൽ വലിയൊരു മരുഭൂമിയുണ്ട്. കഴിഞ്ഞുപോയതും നിലനിൽക്കുന്ന മരുഭൂമിയുണ്ട്. പക്ഷെ അവരുടെ ശുശ്രൂഷയുടെ തീവ്രത ആ മരുഭൂമിയുടെ ചൂടാ. ഇന്ന് രാത്രിയിൽ നിനക്കൊരു ദൈവ പദ്ധതി വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു മരുഭൂമിയുണ്ട് കുഞ്ഞേ. ആ മരുഭൂമിയുടെ തീവ്രത നിന്നെയും ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാ. ഓ, എന്നെ എൻ്റെ ദൈവത്തെയും കൂടെ കണക്ട് ചെയ്യിപ്പിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഏത്? മരുഭൂമി. എല്ലാം പിടി കിട്ടിയോ? ഇങ്ങോട്ട് നോക്കിയേ, ക്ഷീണിച്ചോ? ആ, എന്നെയും എൻ്റെ ദൈവത്തെയും കൂടി കണക്ട് ചെയ്യിപ്പിക്കാൻ, ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകാൻ ഒരു ബ്രിഡ്ജ് പണിയത്തില്ലേ എന്ന പോലെ ഇവിടെ നിന്ന് അക്കരെ പോകണം. പക്ഷെ ആഴമുള്ള നദിയാ, നീന്തറിയത്തില്ല. അപ്പൊ നീന്താതെ അക്കരെ പോകാൻ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന പോലെ ആ ബ്രിഡ്ജാണ് മരുഭൂമി. സ്തോത്രം പറ. ആമേ. അപ്പൊ ആ മരുഭൂമി രക്ഷിക്കപ്പെട്ടിട്ട് ചിലപ്പോൾ 40 വർഷം കാണും. ആമേ. സായിപ്പ് വന്നപ്പോൾ ഇവിടെ നിങ്ങൾ കാണും. പക്ഷെ ഇതുവരെ എന്തു മാറിയിട്ടില്ല? മരുഭൂമി മാറിയിട്ടില്ല. ആ മരുഭൂമി അച്ഛൻ മാറ്റത്തില്ല. അത് മാറ്റിയ തമ്പുരാൻ അറിയാം നീ കുഴി വീണെന്ന്.
അക്കരെ കയറത്തില്ലെന്ന്. അപ്പൊ അക്കരെ കയറാൻ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് എന്ത്? അപ്പൊ ഈ മരുഭൂമിയിൽ പതറരുത്, മരുഭൂമിയെ നോക്കരുത്, തല പൊക്കി നോക്ക്. എന്ത് ചെയ്യണം? ഇസ്രായേൽ ഇക്കരെ നിന്നിട്ട് തല പൊക്കി നോക്കിയപ്പോൾ എന്തോ കണ്ടു? ഒരു പച്ചപ്പ് കണ്ടു. ആ പച്ചപ്പിന്റെ പേരെന്താ? വാഗ്ദത്ത ദേശം. അവരാ നദിയെ നോക്കിയിരുന്നെങ്കിൽ, ജോർദാനെ നോക്കിയിരുന്നെങ്കിൽ അവിടെ നിന്ന് കരയോ അല്ലാതെ. പക്ഷെ അവർ തല പൊക്കി നോക്കി, ജോർദാൻ മേലൊഴുക്ക് നിന്നു. ഇന്ന് രാത്രി ആത്മാവി പറയാ, ചിലതിന്റെ മേലൊഴുക്ക് ദൈവം നിർത്താൻ പോകുകയാ. 25-ാം ദിവസം നിനക്കെതിരെ പറയുന്ന, നിനക്കെതിരെ എഴുതുന്ന, നിനക്കെതിരെ ആരോപിക്കുന്ന ചില ജോർദാനെ, അതിന്റെ മേലൊഴുക്കിനെ തടയുന്നതാണ് ഈ പ്രാർത്ഥന. നന്നായിട്ട് കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ വിദ്യാഭ്യാസത്തിന്, നിന്റെ പഠനത്തിന്, നിന്റെ ഫീസ് അടയ്ക്കേണ്ട വിഷയത്തില് ഇന്ന് രാത്രി കലങ്ങി മറിയുന്ന ആ ജോർദാന്റെ മേലൊഴുക്ക് കുഞ്ഞെ, അതിനെ വറ്റിക്കുന്നതാണ് ഈ മരുഭൂമിയുടെ ആവശ്യം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നാ ചെയ്യും? വശീകരിക്കും. എവിടെ കൊണ്ടെത്തിക്കും? അപ്പൊ പട്ടുമെത്തെ അല്ല ഈ മാർഗം. ഈ മാർഗം എന്താണ്? മരുഭൂമിയാണ്. ഈ മരുഭൂമി കൊണ്ട് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളോട് എന്ത് ചെയ്യാനാണ്? കൃത്യമായിട്ട്, ഊഹാപോഹമല്ല, കൃത്യമായിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാ? ഈ 40-ൽ കൃത്യമായിട്ട് ചിലത് നമ്മളോട് പറയാനുണ്ട്, എന്നോട് പറയാനുണ്ട്, എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പറയാനുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി പറയാനുണ്ട്. അതേ ദൈവം നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാത് കോർക്ക. തളരണ്ട, മരുഭൂമിയെ പേടിക്കണ്ട. ദൈവസന്നിധി ഉറച്ചു നിന്നോ. നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടും. ആമേൻ. കരഞ്ഞ വിഷയത്തിന് മറുപടി ഉണ്ടാകും. മരുഭൂമിക്കകത്തൊരു ദൈവ പദ്ധതി വെളിപ്പെടും. ആഗറും പൈതലും മരുഭൂമിയിലാണ് കരഞ്ഞത്. പക്ഷെ ആ മരുഭൂമിയിൽ ആഗറിന്റെ പൈതലിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണിൽ ആമേൻ കുഞ്ഞിന്റെ ഏങ്ങലടിയും പിടച്ചിലും കണ്ട അതേ കണ്ണുകൊണ്ട് നീരുറവയെ അവൾ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇന്നലകളിലെ ഏങ്ങലടിയും കണ്ണുനീരും പിടച്ചിലും കണ്ട നിന്റെ കണ്ണുകൊണ്ട് ഒരു ഉറവ നീ കാണുമെന്ന് 25-ാം ദിവസം ഞാൻ ദൂത കൈമാറുകയോ. ഈ മരുഭൂമിയിൽ ഉറവ കാണും. ഈ 40 കഴിയുമ്പോൾ ഉറവ കാണും. ഇന്ന് രാത്രി നിന്റെ തലമുറ ഈ മരുഭൂമിയിൽ പട്ടുപോകില്ല. നിന്റെ തലമുറ ഈ മരുഭൂമിയിൽ തോറ്റുപോകില്ല. നിന്റെ തലമുറ ഈ മരുഭൂമിയിൽ നശിക്കില്ല. ഇന്ന് രാത്രി ആത്മാവി ദൂത് പറയാ, ഉറവ കാണും, ഉറവ കാണും, ഉറവ കാണും. നന്നായിട്ട് കർത്താവിനെ കരമടിച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ കൊച്ചു ജോലി ചെയ്യുന്ന ഓഫീസിൽ ഉറവ വെളിപ്പെടും. നിന്റെ കുഞ്ഞു പഠിക്കുന്ന കോളേജിൽ ഉറവ വെളിപ്പെടും. നിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉറവ വെളിപ്പെടും. ഈ മരുഭൂമിയെ കണ്ട് പിന്മാറരുത്. ചിലത് ദൈവത്തിന് നിന്നോട് വ്യക്തമായി പറയാനാ, വ്യക്തമായി പറയാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണും അടയ്ക്കാം. പിതാവേ, ആ വചനം വെച്ച് ഞാൻ ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം. ഞങ്ങളെ ഈ താഴ്വരെ കൂടെ കൊണ്ടുപോകുന്നത് അങ്ങക്ക് ഞങ്ങളോട് ചിലത് സംസാരിക്കാനാണെന്ന് അങ്ങ് ഞങ്ങളോട് തുറന്നു പറഞ്ഞല്ലോ. ആ വാക്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടപ്പാ, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടപ്പാ. ഇന്ന് രാത്രി കൃപ വെളിപ്പെടട്ടെ. ഈ മരുഭൂമിയിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ദൈവ സ്നേഹത്തിനായി സ്തോത്രം.
ഈ കൃപയിൽ ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം. ഈ മരുഭൂമിയിൽ ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഈ ദൂതിനെ 25-ാം ദിവസം രാത്രിയിൽ നിന്റെ മക്കളുടെ തലയിൽ ഞാൻ വെച്ചു കൊടുക്കുന്നു. ഇത് അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഉപവസിക്കാനും ശുശ്രൂഷിപ്പാനും ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ബലം അടിയന് തന്നതിനായി സ്തോത്രം. തുടർന്ന് ദിവസങ്ങൾ ഏലിയാവ് ഓടിയതുപോലെ ഓടാനുള്ള കൃപ തരണം. ചിലരെ അഭിഷേകം ചെയ്യാൻ കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.